മാത്രമേ അവകാശമുള്ളൂ. ആരുടെ ഭാഗത്തു നിന്നും ഇത്തരം സമീപനം ഉണ്ടായാൽ അത് ബാഡ് ടച്ച് ആണ്, മോശപ്പെട്ട സ്പർശനങ്ങൾ മനസ്സിലാക്കണം. മക്കൾക്ക് ഇരുത്തി സ്നേഹത്തോടെ പറഞ്ഞു കൊടുക്കുക. വിരുന്ന് പോകുമ്പോ ഈ വെക്കേഷനാണ്, നമ്മളിങ്ങനെ കാലിനെ പൊക്കി നിൽക്കുകയാണല്ലേ ചാടാൻ, അല്ലേ? വിരുന്ന് പോകുമ്പോ മുമ്പൊക്കെ വിരുന്ന് പോയാലുണ്ടായിരുന്നു എന്തായിരുന്നു അന്ന് കരണ്ടൊന്നുമില്ല. ഞങ്ങളെ കുട്ടികളെ വിരുന്നല്ലോ ഉമ്മാന്റെ വീട്ടിൽ. അന്ന് ആണമണ്ണ വ്യത്യാസത്തിലെ പുൽപ്പായകൾ ആ ഓടെ കൈതോലപ്പായ അല്ലെ കൈതോലപ്പായ ഇങ്ങനെ കിടക്കും. അന്ന് ആകെ സംഭവം ഉണ്ടായിരുന്നോ? വിളക്കൂടിക്കഴിഞ്ഞ് കഥ പറയാ, അല്ലേ? പണ്ട് ഒരു കുറുക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ മൂളണം. ആ മൂളന്റെ സ്വരം കുറഞ്ഞു പോയതിന്റെ അർത്ഥം എന്താ? ആരൊക്കെയോ ഇറങ്ങി പോയില്ല. അവസാനത്തെ വരെ ഒരു രാജാവിന് 4 കുട്ടികളാണ്. ഒന്നിന്റെ പേര് രണ്ടിന്റെ പേര് അവന് ഇറങ്ങി, അത്ര ഉള്ളായിരുന്നു. പക്ഷെ ഇപ്പോ മക്കളെ ശ്രദ്ധിച്ചില്ല എങ്കിൽ അവിടെ നമ്മളൊക്കെ നമ്മുടെ മക്കളായിരിക്കും, സഹോദരിയുടെ മക്കളായിരിക്കാം, ആങ്ങളുടെ മക്കളായിരിക്കാം. പക്ഷെ അതില് ഇവരില് ഉള്ള സ്വഭാവ മാറ്റങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച്, പ്രത്യേകിച്ച് പെൺകുട്ടികളെ മാതാവിന്റെ അടുത്ത് തന്നെ കിടക്കണം. ഇത്രയും സംഭവം ഈ പ്രായത്തിൽ ഞാൻ പറഞ്ഞു കൊടുക്കുക. 14-21 ചെങ്ങാത്തം കൂടണം, അവിടെ ഫ്രണ്ടാവണം, ഉറ്റ സുഹൃത്ത് മാതാവാവണം. നിങ്ങൾ വെറുതെ മനസ്സിലാക്കൊണ്ടൊക്കെ ഞാൻ എന്റെ കൗമാരക്കാരിയായ മകളെ എങ്ങനെയാണ് ലീവുള്ളൊരു ദിവസം കേൾക്കാം ചങ്കിന് മകൾ തിരിച്ചും നമ്മൾ കൊടുക്കുന്ന ആ ഡോസ് എങ്ങോട്ടും കിട്ടുള്ളൂ, ഉള്ളെന്നടിക്കുക. നിങ്ങൾ വെറുതെ വെറുതെ മനസ്സിലായി ഞാനും എന്റെ കൗമാരക്കാരിയായ മകൾ എങ്ങനെയാണ് തമ്മിട്ട് പൈസ ചികിത്സിക്കുക. നിങ്ങൾ എത്ര പറഞ്ഞാലും കുട്ടി അനുസരിക്കണില്ല, ശരിയല്ലേ? എന്നാ അവസാനം തോട്ടിൽ പറയും നോക്കി നിങ്ങൾ നോക്കിയിരുന്നോളി, ഓരോ പറഞ്ഞ കേൾക്കുന്നത് ആ അച്ഛന് നോക്കി മോളെ അടുത്ത ഒറ്റ പ്രാവശ്യം അച്ഛൻ പറഞ്ഞ കേൾക്കും. അതിനർത്ഥം എന്താ? ഇങ്ങനെ ആമ്പിളക്കാരൻ ഇതിപ്പോ വല്ലാത്ത വോയിസ് ഇട്ടാൽ എന്തെങ്കിലും അവസ്ഥ. അങ്ങനെ ആവരുത്. മക്കളുടെ ഫ്രണ്ടിലോ ചെങ്ങാത്തം കൂടണം. ഈ ഉമ്മയും മോളും അങ്ങനെയായിരുന്നു ഞാൻ പറഞ്ഞത്. ഉമ്മയും മോളും നല്ല സുഹൃത്തുക്കളാണ്. മോള് എന്ത് നടന്നാലും വീട്ടിലെന്ന് പറയും. ഒരു മറയുണ്ടായിരുന്നില്ല. ഉപ്പ എന്നും വൈകുന്നേരമാകുമ്പോ വീഡിയോ കോൾ ചെയ്യും. പ്രവാസികളെ സംബന്ധിക്കുമ്പോ ആകെ സമാധാനം എന്താ? വീഡിയോ കോൾ ആയെങ്കിലും മക്കളെ കാണാലോ. അങ്ങനെ ആ ഉമ്മയും മകൾ കഥ പറയും, പാട്ട് പാടും, തമാശ പറയും. അങ്ങനെ സുന്ദരമായ ഒരു വീടാണ്. അങ്ങനെ കഴിഞ്ഞു പോയിരിക്കുക. മോൾക്ക് 16 വയസ്സായി. മോള് പറഞ്ഞൊരിക്കേ ഉമ്മച്ചിയുടെ പണ്ടിനൊക്കെ സ്വന്തമായിട്ട് ഫോണുണ്ട്, എനിക്കൊരു മൊബൈൽ കൊടുത്തയക്കാൻ പറയും. ഉപ്പ വിളിച്ചപ്പോ പറഞ്ഞു മോളെങ്കിലും പറയുന്നുണ്ട്, ഒന്ന് കൊടുത്തുണ്ട്. നമ്മൾ മോളല്ലേ വേണ്ട, പ്രവാസിയായ പിതാവിനാരെ അവര് ആദ്യമാണ് മക്കളെ വെച്ച് രാവിലെ നിന്റെ ഫോണിൽ നോക്കിയാൽ പോലെ, അവർക്ക് ഇപ്പൊ അല്ലാതെ സമയമായിട്ടില്ല, പിന്നെ വാങ്ങിച്ചു. അല്ല നമ്മുടെ മോളല്ലേ, നമുക്ക് വിശ്വാസമല്ലേ, മോളെല്ലാം നമ്മൾ പറയുന്നില്ലേ. അവസാനം ഭാര്യയുടെ തള്ളുപടിയായപ്പോ ആ സാധുവായ പിതാവ് മൊബൈൽ ഫോൺ കൊടുത്തു വിട്ടു. എന്നിട്ടും കുഴപ്പമുണ്ടായിരുന്നില്ല. കൊടുക്കണേ കുഴപ്പമുണ്ടായിരുന്നില്ല. ഈ ഉമ്മയുടെ മുമ്പിൽ വെച്ചിട്ട് ചാറ്റ് ചെയ്യും. ഫ്രണ്ടിന് സംഘങ്ങൾക്കായിട്ട് ഗ്രൂപ്പ് ഉണ്ടാവും. ഉമ്മയെ കൂടി സെൽഫി എടുത്തിട്ട് ആ ഗ്രൂപ്പില് സെൻഡ് ചെയ്യും. ഉമ്മയുടെ മുമ്പിൽ വെച്ച് ഫോൺ ചെയ്യും. ഒരു മറയുണ്ടായിരുന്നില്ല. പക്ഷേ മാസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞപ്പോ അമ്മയെ സ്വന്തം മാതാവിന്റെ മുമ്പിൽ വെച്ച് ചാറ്റ് ചെയ്യുന്ന റൂമിൽ പോയി കുറ്റിയിട്ട് ചാറ്റ് ചെയ്യാൻ തുടങ്ങി. സ്വന്തം മാതാവിന്റെ മുമ്പിൽ നിന്ന് കോൾ ചെയ്യുന്ന മോള് അകന്നു പോയി കോൾ ചെയ്യാൻ തുടങ്ങി. അന്ന് വരെ ഇല്ലാത്ത ലോക്ക് മൊബൈലിൽ നിന്ന് വന്നു. ഇതൊക്കെ കണ്ടപ്പോ ഉമ്മക്ക് സംശയം ഉണ്ടാവില്ലേ? ആ ഉമ്മ ചോദിച്ചു, മോളെ നീ എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ടല്ലോ, നീ ഇങ്ങനെ അല്ലായിരുന്നല്ലോ, എന്തുണ്ടെങ്കിലും ഉമ്മച്ചോട് പറയാം, നമ്മുടെ ഫ്രണ്ട് അല്ലേ, നിനക്ക് എന്തും പറയാലോ. ഒന്നുമില്ല, നീ പറയ മോളെ, ഒന്നുമില്ല, എന്ത് പറയാനും മോള് പറയുന്നു. അവസാനം പിതാവ് വിളിച്ചപ്പോ ഉമ്മ പറഞ്ഞു, നമ്മുടെ മോൾ ഇത്രയും കാലം കണ്ട മോളല്ല, എന്തൊക്കെയോ മാറ്റം വന്നിട്ടുണ്ട്. ഞാൻ ചോദിച്ചിട്ട് പറയുന്നില്ല, നിങ്ങളും ചോദിച്ചു നോക്കൂ. ആ ഉപ്പ അന്ന് വിളിച്ചപ്പോ പറഞ്ഞു, മോളെ ഉമ്മച്ചി ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ, എന്തെങ്കിലും സത്യം ഉപ്പച്ചിയോട് പറയും. ഒന്നുമില്ല, നീ പറയ മോളെ, നിന്റെ ഇഷ്ടമല്ലേ ഞങ്ങളുടെ ഇഷ്ടം. ഒന്നുമില്ല അങ്ങനെ പറഞ്ഞത്. ആദ്യമായിട്ട് ആ മോള് ഉപ്പയോട് ദേഷ്യപ്പെട്ടു, മാതാവിനോട് ദേഷ്യപ്പെട്ടു. അന്ന് വരെ സന്തോഷം പറഞ്ഞത് ഒരു ശോകമുഖമായി, സങ്കടമായി, പരസ്പരം മിണ്ടുന്നില്ല. ഉമ്മ ഭക്ഷണം വിളമ്പി വെച്ച് ഭക്ഷണം കഴിക്കാൻ വിളിക്കുമ്പോ വന്ന് കഴിച്ചു പോകും. ചോദിക്കുന്നതിന് മാത്രം അവള് പറയും. അവിടെ തമാശയുടെ കളിയില്ല, ചിരിയില്ല. അങ്ങനെ തള്ളി നീക്കാൻ ജീവിതം. മോൾക്ക് 18 വയസ്സായി. ഒരു ദിവസം ട്യൂഷനാണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ മോളാ വൈകുന്നേരമായിട്ട് തിരിച്ചു വന്നില്ല. നമ്മൾ ചിന്തിക്കേണ്ടത്, ട്യൂഷനാണെന്ന് പറയുമ്പോൾ ആ ട്യൂഷൻ സെന്ററിലേക്ക് ഒന്ന് വിളിക്കുക, ഇന്ന് ക്ലാസ് ഉണ്ടോ, പോകുന്ന വഴി നമ്മൾ അറിയാം. ഈ മോള് ട്യൂഷനിൽ നിന്ന് ഇറങ്ങിപ്പോയതാ, തിരിച്ചു വന്നില്ല. ആ മാതാവ് ബോധം കെട്ടു വീണു, തളർന്നു വീണു. ആങ്ങളമാരെ വിളിച്ചു വരുത്തി,
പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. സാധുവായ പിതാവ് ജോലി കഴിഞ്ഞ് വരുമ്പോഴാണ്, റൂമിലേക്ക് വരുമ്പോഴാണ് ഭാര്യ കോള്. പതിവില്ലാത്ത കോള് വന്നപ്പോ സാധുവായ മനുഷ്യൻ ഫോണെടുത്ത് ചെവിയിൽ വെച്ചപ്പോ ഷോക്കേറ്റത് പോലെയായി. മകളെ കാണാനില്ല. 2 വർഷമായിരുന്നു നാട് ലീവിൽ പോയിട്ട്. 6 മാസം കഴിഞ്ഞാൽ നാട്ടിലേക്ക് വരാനിരിക്കുക. സാധുവായ പിതാവിന്റെ മനസ്സിൽ ചെവിയിലേക്ക് കൊണ്ടത് ഭാര്യയുടെ ഫോൺ കോളാണ്. നേരെ ട്രാവൽസിൽ പോയി ഏറ്റവും അടുത്ത ടിക്കറ്റ് ഓക്കെയാക്കി പിറ്റേ ദിവസം നാട്ടിലേക്ക് മടങ്ങി. എന്നൊരു പിതാവ് നാട്ടിലേക്ക് വരുമ്പോൾ എന്ത് സന്തോഷിക്കില്ലേ? മനോഹരമായ നമുക്ക് വേണ്ട ഇഷ്ടപ്പെട്ട സമ്മാനം ഉണ്ടാവും, മിഠായി ഉണ്ടാവും, എല്ലാം മധുരമാണ്. പക്ഷെ അന്ന് ആ പിതാവ് വന്നപ്പോൾ കണ്ണുനീര് മാത്രമാണ്. രണ്ടാമത് ഇരുന്ന് കരയുക. രാത്രിയായി ഭാര്യയും ഭർത്താവും ഇരുന്ന് കരയുക. 3-ാമത്തെ ദിവസമായപ്പോൾ മകളെ കുറിച്ച് വിവരമില്ല. പിറ്റേ ദിവസം നേരം മുതിർന്നപ്പോ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കോള് വന്നു. 10 മണിയാകുമ്പോൾ സ്റ്റേഷനിൽ ഹാജരാവണം. പ്രതീക്ഷയോടെ ആ മാതാവും പിതാവും സ്റ്റേഷനിലേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോ അത്ഭുതപ്പെട്ടു പോയി. 2 ദിവസം ഭയപ്പെടുത്തിയ മകളുടെ ഒരു ചെറുപ്പക്കാരന്റെ പിന്നില് SI സാറിന്റെ റൂമിൽ തലവാക്കി നിൽക്കുക. ആ ഉമ്മ വിളിച്ചു, മോളെ നീ 2 ദിവസങ്ങൾക്ക് ഈ തിരിച്ചെന്റെ മോളെ നീ എവിടെയായിരുന്നു? നീ ഇങ്ങോട്ട് നോക്ക് മോളെ. അവൾ നോക്കിയില്ല. വീണ്ടും വിളിച്ചു, നീ നോക്കി ഞങ്ങൾ കാണട്ടെ. അവൾ നോക്കിയില്ല. ഉപ്പ വിളിച്ചു, മോളെ 2 വർഷമായി ഉപ്പച്ചി പോയിട്ട്. ഉപ്പച്ചി ഇന്നലെ വന്നതാ, നിനക്ക് വേണ്ടതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഉപ്പച്ചിയുടെ മുകളിലേക്ക് നിങ്ങൾ നോക്കി. അവൾ നോക്കിയില്ല. അവസാനം ഉമ്മയുടെ സഹി കെട്ടു. ഉമ്മ കയ്യിൽ പിടിച്ചു വലിച്ചു. ഉമ്മ മറയനെ ഇങ്ങോട്ട് വാങ്ങാതെ കൈ പിടിച്ചു വെച്ച് മകൾ കുതിരി മാറി. വീണ്ടും പിടിച്ചു, അപ്പയും കുതിരി മാറി. ഇത് കണ്ടപ്പോ SI വന്ന കസറുണ്ടാക്കിയത് വിശ്വക്കാരിക്കണം, അവൾ മാറിയേക്കു. ആ ഉമ്മ തേങ്ങി കരയാണ്. ആ SI ചോദിച്ചു, മോളെ 18 കൊല്ലം നിന്നെ സ്നേഹിച്ച് നിനക്ക് വേണ്ടി മാത്രം ജീവിച്ച നിന്റെ മാതാവും പിതാവും എവിടെ വന്നിട്ടുള്ളത്? നിന്നെ കൊണ്ടുപോകാവുന്നതാ. ഇവിടെ വെറും 1.5 കൊല്ലം മാത്രം പഴക്കമുള്ള ഒരു ചെറുപ്പക്കാരനാ. നീ ആളുടെ കൂടെ പോണം മോളെ. അത്രയും സമയം ഉണ്ടായിരുന്ന മോള് പറഞ്ഞു, 1.5 കൊല്ലായി തന്നെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് വേണ്ട സ്നേഹം മറക്കാൻ പറ്റൂല. 18 ആയാലും പിന്നെ അവർക്ക് അവരുടെ ഇഷ്ടം തിരഞ്ഞെടുക്കാം. ഇതിൽ കേട്ടപ്പോ ആ ഉമ്മ ബോധം കെട്ട് വീണു. ഉപ്പ താങ്ങിയെടുത്തിട്ട് തോളോട് ചേർത്ത് പിടിച്ചിട്ട് വലതുകൈ നെഞ്ചേറ്റ് ചുവന്ന, മോളെ നിന്നെ പഠിപ്പിച്ച് നല്ല ജോലി നേടി നല്ലൊരു കുടുംബത്തിലേക്ക് അത്യാവശ്യം പൊന്നിറങ്ങി കെട്ടിച്ചു വിടാനാ ഉപ്പച്ചിയുടെ നല്ല പ്രായം മരുഭൂമി കൊണ്ടുപോയി കഴിച്ചു. നിനക്ക് അവന്റെ സ്നേഹമാണ് വേണ്ടി നീ പോയിക്കോ. പക്ഷെ ഞാൻ സമ്പാദിച്ചതിനൊന്നും ഒരു പൊന്നു എനിക്ക് എന്തില്ല. ഇതൊക്കെ കേട്ടപ്പോ മകൾ തിരിച്ചടിച്ചു. നിങ്ങളുടെ പൊന്നും എനിക്ക് വേണ്ട, നിങ്ങളുടെ പടി ഞാൻ കേട്ട് ചെന്നാൽ പോലെയായി. SIയുടെ മുമ്പിൽ നിന്ന് മകളുടെ മറുപടി അവരുടെ കരങ്ങത്ത് അടിയിലേക്ക് വരെ തോന്നിയത്. കരഞ്ഞ് കണ്ണുമായിട്ട് ആ മാതാവും പിതാവും സ്റ്റേഷന്റെ പടി ഇറങ്ങി. വാഹനത്തിനടുക്കിലേക്ക് പോകുമ്പോ ഓരോ 4 സ്റ്റെപ്പുകളും തിരിച്ചു നോക്കും. മകൾ മനസ്സ് മാറി വരുന്നുണ്ടോ? മകള് നോക്കുന്നില്ല. വീണ്ടും നോക്കും. അങ്ങനെ കണ്ണെത്താ ദൂരം വരെ മകളെ നോക്കി. പക്ഷെ മകൾ അവരെ മൈൻഡ് പോലും ചെയ്തില്ല. വീട്ടിലെത്തി ആ മാതാവ് ബെഡിൽ കമയിൽ നിന്ന് വാവിട്ട് കരയുക, ആർത്ത് കരയാണ്. സാധുവായ പിതാവ് കസേരയിൽ നിന്ന് തേങ്ങിയിരിക്കുകയാണ്. കുറെ സമയം ഭാര്യയുടെ കരച്ചിൽ കേട്ട് സഹിക്കമില്ലായപ്പോ സാധുവായ ഭർത്താവ് പറഞ്ഞു, നീ കഞ്ഞി വെക്ക്, വിഷക്കുന്നുണ്ട്. അവൾ പോവാണെങ്കിൽ പോവട്ടെ, നമുക്ക് ജീവിക്കണ്ടേ. സാധുവായ ഉമ്മ എഴുന്നേറ്റ് കഞ്ഞി വെച്ചു. 2 മേശന്റെ അടുത്ത് ഇരുന്നു. തൊണ്ടയിൽ ഇറങ്ങുന്നില്ല. ഇറങ്ങുമോ? ആ ഉപ്പക്ക് വിഷമത്താണോ കഞ്ഞി വെക്കാൻ പറഞ്ഞത്? അല്ല, തന്റെ പ്രിയതമയുടെ കരച്ചിലൊന്നും നിർത്താൻ വേണ്ടിയിട്ടാ. അന്ന് രാത്രിയായി. സാധുവായ ആ പിതാവ് പറയാൻ വേണ്ടി, ദൈവം നമുക്ക് അത് ഒന്നല്ലേ തന്നത്, രണ്ടാമതൊന്നില്ലല്ലോ. അവൾ നമ്മളെ വിട്ടുപോയി. ഇനി നിനക്ക് ഞാനും എനിക്ക് നീയും മാത്രമല്ലേ ഉള്ളൂ. ഇനി നിന്നെ തനിച്ചാക്കിയിട്ട് ഞാൻ മരുഭൂമിയിലേക്ക് പോകുന്നില്ല. അല്ലെങ്കിൽ ഇനി ആർക്കു വേണ്ടി നമ്മൾ സമ്പാദിക്കുന്നത്? പ്രവാസ ജീവിതം ഞാൻ മതിയാക്കുകയാണ്. ഇനിയുള്ള കാലം നമുക്ക് ഒരുമിച്ച് ഇവിടെ ജീവിക്കാം. സാധുവായ പിതാവ് പ്രവാസം മതിയാക്കി സ്വന്തം പ്രിയതമയോടൊപ്പം ആ വീട്ടിൽ താമസിക്കാൻ തുടങ്ങി. പക്ഷേ മനസ്സിനായിട്ട് ഈ മുറിവുണ്ടായപ്പോ മാസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ഉമ്മയിൽ പ്രത്യക്ഷമായി. ഉമ്മക്ക് എന്നും തലവേദനയാണ്. ഈ ഉമ്മയും കൊണ്ട് കെയർ ഇല്ലാത്ത ഡോക്ടർമാരില്ല, കൊടുക്കാത്ത മെഡിസിൻ ഇല്ല. ഉമ്മയും കൊണ്ട് സാധുവായ പിതാവിന് നടക്കുക. ഏകദേശം 5-8 മാസം കഴിഞ്ഞപ്പോ ഉമ്മക്ക് അറ്റാക്ക് വന്നു. കേട്ടനെ മനസ്സിന് മുറിവേറ്റ അങ്ങനെയാ. ഉമ്മക്ക് അറ്റാക്ക് വന്നു. ആൻജിയോപ്ലാസ്റ്റി കിടപ്പില. ഉമ്മക്ക് പ്രായമായിട്ടില്ല. ഈ ഉപ്പ പ്രവാസി ആയതുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കാൻ പഠിച്ചിട്ടുണ്ട്. പ്രവാസികൾക്ക് അങ്ങനെ സ്വയം ഭക്ഷണം കണ്ടെത്തും. ആയതുകൊണ്ട് വീട്ടിലെ പണിയൊക്കെ ചെയ്തിരുന്ന ഉപ്പയാ. ഒന്നിച്ചിനാനും വർഷം കഴിഞ്ഞപ്പോ ഗൾഫിൽ 12 കൊല്ലം ഒരു കമ്പനിയിൽ ജോലി ചെയ്ത് ഒരു റൂമിൽ കിടന്നിരുന്ന സുഹൃത്തിന്റെ നാട്ടിൽ വന്നപ്പോ പ്രവാസം മതിയാക്കി സുഹൃത്തിനെ കാണാൻ വന്നു. അവർ ഗേറ്റിന്റെ പടിക്കലെത്തിയപ്പോ സിറ്റ് ഔട്ടിൽ ഈ ഉപ്പ ഇരിക്കുന്നു.
അവരൊക്കെ നോവൽ കണ്ടിട്ട് ഇറങ്ങില്ല. കാരണം എന്തറിയോ, ഈ 1.5 കൊല്ലം കൊണ്ട് അദ്ദേഹത്തിന്റെ രൂപത്തിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. തലമുടി നിരബാധിച്ചിട്ടുണ്ട്, താടി നിരച്ചിട്ടുണ്ട്, അമിതമായ ടെൻഷൻ വന്ന അങ്ങനെയാ. ഈ സുഹൃത്തുക്കളെ സമാധാനിപ്പിച്ചിട്ട് പോയി. ഈ പ്രിയതമയും കൊണ്ട് അദ്ദേഹം കയറി ഇറങ്ങുക. അവസാനം വർഷങ്ങൾ നീങ്ങുമ്പോഴും ഭാര്യയുടെ അസുഖം മൂർച്ഛിക്കാന്നല്ലാതെ ഭേദപ്പെടുന്നില്ല. സന്തോഷിക്കണമെങ്കിൽ രണ്ടാമതൊന്നും വേണമല്ലോ. അവസാനം ഈ ഉമ്മയുടെ ബോധം വരെ കഷ്ടപ്പെടാൻ തുടങ്ങി. ഇടയ്ക്ക് ബോധം പോകും. ബോധം വരുമ്പോഴും മോളെ വിളിക്കും. അധിക ദിവസം രാത്രി ഉറക്കിൽ നിന്ന് ഈ ഉമ്മ ഞെട്ടി വന്ന് പൊട്ടിക്കരയാണ്ട്. ഒരു ദിവസം പുലരകാലത്ത് ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് ഈ ഉമ്മ പൊട്ടിച്ചിരിക്കുന്നത് കണ്ടപ്പോ സാധുവായ പിതാവ് അന്തപ്പെട്ടു. ലേറ്റ് ഓൺ ചെയ്ത് ചോദിച്ചു, എന്തിനാ നീ ചിരിക്കുന്നത്? ഉമ്മ പറയാണ്, നമ്മുടെ മോള് എന്റെ അടുത്ത് വന്നു, എന്നെ കെട്ടിപ്പിടിച്ച് എനിക്ക് ഉമ്മ തന്നു, ഒരുപാട് തമാശ കൊടുത്തൊക്കെ ഞാൻ സ്വപ്നത്തിൽ കണ്ടതാ, അങ്ങനെ ചിരിച്ചു പോയതാ. ആ ഭർത്താവ് എങ്ങനെ സമാധാനിച്ചതറിയോ? പുലരാൻ നേരത്തുള്ള സ്വപ്നം ഫലിക്കുന്നല്ലേ പറഞ്ഞത്. നീ ഉറങ്ങി, ഇന്ന് നേരങ്ങളോ നമ്മുടെ മോളെ എന്തായാലും വരും. കാത്തിരുന്നു. വൈകുന്നേരം അല്ലാതെ മകള് വന്നില്ല. നീണ്ട 5 വർഷം കഴിഞ്ഞപ്പോഴേക്കും ഉമ്മ പറ്റ കിടപ്പിലായി. സാധുവായ പിതാവ് ചെറിയ അരി കൊണ്ട് കഞ്ഞി വെച്ചിട്ട് കോരി കൊടുക്കും. ഒരു ദിവസം രാവിലെ കഞ്ഞിയുമായി വന്ന് ബെഡ്റൂമിൽ ഉറങ്ങിയ ഭാര്യയെ വിളിച്ചുണർത്തി. അനക്കല്ല. കുലിക്ക് വിളിച്ചു, ഒരു പ്രതികരണമില്ല. ആ കഞ്ഞിപ്പാത്രം സാധുവായ പിതാവിന്റെ കയ്യിൽ നിന്ന് താഴെ വീണു. അദ്ദേഹം വാവിട്ട് കരഞ്ഞു, എന്റെ പ്രിയപ്പെട്ട മകൾ എന്നോ എന്നെ വിട്ടുപോയി. ഇപ്പൊ എന്റെ പ്രിയതമയും എന്നെ തനിച്ചാക്കി പോയാലെങ്കിൽ എനിക്ക് ആരാ ഉള്ളത്? ഈ മരണവാർത്ത നാട്ടിൽ മുഴുവൻ അറിഞ്ഞു. പ്രിയപ്പെട്ട മകളുടെ ചെവിയിൽ വരുന്നത് 5 കൊല്ലമായിട്ടും പറഞ്ഞ വാക്ക് പാലിക്കാൻ പഠിച്ചവിട്ടില്ലെന്ന് പറഞ്ഞതല്ലേ. ആ വാശി ആ മകളെ സ്വന്തം കുടുംബത്തിലേക്ക് അടുപ്പിച്ചില്ല. പക്ഷെ അന്ന് മുതൽ ഓരോ മാതാവും പിതാവും ഇന്ന് വന്നെങ്കിൽ ആഗ്രഹിച്ചിരിക്കുക. ആ ദേശത്തിൽ എന്തൊക്കെയോ പറഞ്ഞു പോകും. നിങ്ങൾ മറന്നുപോവാ, നീ മനുഷ്യർക്ക് കൂട്ടിക്കൊള്ളാനൊക്കെ പറയാറുണ്ട്. പക്ഷെ നൊന്ത് പ്രസവിച്ച മാതാവിനോ പോറ്റി വളർത്തിയ പിതാവിനോ മനസ്സറിഞ്ഞിട്ട് പറയാൻ കഴിയോ? പക്ഷെ ഈ മകള് ഉമ്മ മരിച്ചു എന്നറിഞ്ഞപ്പോ മകള് വാവിട്ട് കരഞ്ഞു. അവൾ വാശി പിടിച്ച് എനിക്ക് എന്റെ ഉമ്മയുടെ മുഖം അവസാനമായിട്ട് കാണണം. കാമുകനായ ഭർത്താവ് ചോദിച്ചു, നീ പഠിച്ചവിട്ടില്ലാന്ന് പറഞ്ഞതല്ലേ, നീ ചെന്നാ നിന്നെ കയറ്റുവോ? അവളോ, നിന്റെ ഉപ്പച്ചിയല്ല, എനിക്കറിയാം, എന്തായാലും കയറ്റും. അവിടെ വാശിക്ക് വഴങ്ങി ഭർത്താവ് അവളെയും കൂട്ടി സ്വന്തം വീട്ടിലേക്ക് വരികയാണ്. തോളിൽ 4 വയസ്സുള്ള പെൺകുട്ടിയുണ്ട്. അവിടെ നിന്ന് ഉമ്മയാണ്. എന്നാൽ ഉള്ളത്തെ അവസ്ഥ എന്തറിയോ? വെള്ള കുറിച്ച് കിടക്കുന്ന പ്രിയതമയുടെ അരികില് ശംഖ് പൊട്ടിയിരിക്കണം മനുഷ്യന്. ഏതാനും മിനിറ്റുകൾ സമയം കഴിഞ്ഞാല് എന്റെ പ്രിയതമയെ എടുത്ത് കൊണ്ടുപോവുക പള്ളിപ്പറമ്പിലേക്ക്. ഇത്ര സങ്കടപ്പെട്ടിരിക്കുമ്പോ പുറത്തുനിന്ന് എന്തോ ബഹളം കേട്ടു, കച്ചറ കേട്ടു. സാധുവായ പിതാവ് ജനവാതിലോട് നോക്കുമ്പോ അത്ഭുതപ്പെട്ടു പോയി. 5 കൊല്ലം വരെ കാണാൻ കഴിച്ച പ്രിയപ്പെട്ട പലരുടെ മുഖന്റെ ഗേറ്റ് പഠിക്കുക. ഈ ഉപ്പയുടെ അനിയനും ഉമ്മയുടെ സഹോദരനും തടഞ്ഞു വെച്ചിരിക്കുക. നീ ഒറ്റ കാണാൻ മുമ്പ് അത്രയും നേരത്തെ 3 ലോകത്തിന് പോയത്. അവൾ ഇല്ലാത്ത വീട്ടിലേക്ക് നിന്നെ അവൾ കേട്ടില്ല. ഇനി നീ അവളെ കാണണ്ട. ഈ തിരക്കാണ് ഉള്ളിൽ നിന്ന് ഉപ്പ കേട്ടത്. ഇവർ കേട്ടപ്പോ തൊണ്ട ഇടയിട്ട് പ്രിയതമയുടെ ചെവിയിൽ ചെന്നിട്ട് വാവിട്ട് കരഞ്ഞ ഉപ്പ പറയടി, നീ എന്നും ചോദിക്കാതെ മോള് ഇന്നലെ അർദ്ധരാത്രി നീ മോളെ വിളിച്ചില്ലേ? ഇന്നതാ നമ്മുടെ മോള് വന്നിട്ടുണ്ട്, നിന്റെ മുഖം കാണാൻ വന്നതാ. കണ്ടോട്ടല്ലേ, പാവല്ലേ, നമ്മുടെ മോളല്ലേ, അല്ലെങ്കിൽ വേണ്ടല്ലേ. ഇന്നലെ വരാത്ത അവൾ ഞാൻ ഇന്ന് നിന്റെ മുഖം കാണിച്ചു കൊടുത്താൽ കുടുംബം എന്നെ പറയൂലേ, നാട്ടുകാരെന്നെ പറയൂലേ, അന്ന് അവൾ അവിടെ ജയിച്ചു, ഇന്ന് ഇവിടെ അവൾ തോറ്റോട്ടല്ലേ. ഇതൊക്കെ ഉപ്പ വാവിട്ട് കരഞ്ഞ് പറയാ. കുടുംബാംഗങ്ങളെ പിടിച്ചു മാറ്റി ആരൊക്കെയോ വന്ന് അവസാനത്തെ കെട്ടും കെട്ടി പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുപോയി. അവിടെ വീട് ഒരുങ്ങിയിട്ടുണ്ട്. അവസാനത്തെ വീട് അതിൽ ഇറക്കി വെച്ചിട്ട് തലയിലെ കെട്ടയച്ച് കവിളും മണ്ണോട് ചേർത്ത് വെക്കും. അല്ലെ, പഠിച്ചിട്ടില്ലേ? എന്നിട്ട് ആരോ വിളിച്ചു പറഞ്ഞു, ബന്ധപ്പെട്ട ആരെങ്കിലും കാണുന്നുണ്ടോ, അടക്കം ചെയ്യാൻ ഈ അവസരം ഉണ്ടാവില്ല. ആൾക്കൂട്ടത്തിന്റെ പിന്നിൽ നിന്ന് ഒരാള് ഉണ്ടീന്നൊരു ശബ്ദം കേട്ടു. ചെന്ന് നോക്കുമ്പോ, എല്ലാം തിരിഞ്ഞു നോക്കുമ്പോ പ്രിയപ്പെട്ട മകള് അവസാനമായിട്ട് സ്വന്തം മാതാവിന്റെ മുഖം കാണാൻ വന്നതാ. ഈ കുഴിമാടത്തിന്റെ വക്കിൽ നിൽക്കുന്ന, തൊണ്ട പൊട്ടിയിരിക്കുന്ന, ചങ്കിടറിയിരിക്കുന്ന ഉപ്പയുടെ ശരീരം ചെന്ന് ആരോ പറഞ്ഞു, മോളെ കാണാൻ വന്നിട്ടുണ്ട്. ആ ഉപ്പ ചിന്തിച്ചു, അറിവില്ലാത്ത കാര്യം എന്റെ കുട്ടി ചെയ്തതല്ലേ, ഇനിയും അവരുടെ മുഖം അവൾ കാണാൻ അവനെ കണ്ടി കൊടുത്തില്ലെങ്കിൽ എന്റെ മോൾക്ക് എന്റെ ഭാഗ്യം ഉണ്ടാവില്ലല്ലോ. കണ്ടോട്ടെ, സമ്മതം കിട്ടി. ആ പ്രിയപ്പെട്ട മകള് ആളുകളെ വകഞ്ഞു മാറ്റിയിട്ട് ഈ കുഴിമാടത്തിന്റെ അരികിൽ വന്ന് ഞാൻ നോക്കിയതാ. വാവിട്ട് കരയാമോള്. കണ്ണതയോ 5 കൊല്ലം കൊണ്ട് സുന്ദരിയായിരുന്ന, ചെറുപ്പക്കാരിയായിരുന്ന, ആരോഗ്യവതിയായിരുന്ന, തടിയുണ്ടായിരുന്ന, വട്ടമുഖമായിരുന്ന പ്രിയപ്പെട്ട ഉമ്മ കവിളൊക്കെ മെലിഞ്ഞോട്ടി അസ്ഥി രൂപത്തിലേക്ക് കിടക്കുന്ന രൂപം കാണുന്നത്. ആര് കാരണം? ഉരുകി ഇല്ലാതായതാ.
മകള് വാവിട്ട് കയറി മാപ്പ് ചോദിക്കുക, ആളുകൾ പിടിച്ചു മാറ്റി, അടക്കം കഴിഞ്ഞ് എല്ലാവരും പോയി. ആ കബറിന്റെ അടുക്ക് ആ കുഴിമാടത്തിനരികെ സാധുവായ ഭർത്താവും മകനും ഉള്ളത്. മകൾ കുറച്ച് മാറി നിൽക്കുക. ആ ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ മകൾക്ക് ഉപ്പയോട് മിണ്ടണമെന്ന് അറിയാണ്ട്, പക്ഷെ എങ്ങനെ പ്രതികരിക്കും അറിയില്ലല്ലോ. സ്റ്റേഷനിൽ എങ്ങനെ പറഞ്ഞു പോകുന്നതല്ലേ. പക്ഷെ അവൾ പേടിയോടെയാണ് ചെലവ് വിളിച്ചു, ഉപ്പ എന്നോട് പൊറുക്കണം. ആ മകൾ പ്രതീക്ഷ എല്ലാവർക്കും വെച്ചാൽ ഉപ്പ മോളെ കെട്ടിപ്പിടിച്ചു. ഉപ്പച്ചിന്റെ മോളൊരു വെറുപ്പില്ല. അങ്ങനെ വെറുക്കാൻ പറ്റുമോ? നിങ്ങളുടെ മോളല്ലേ. നമ്മൾ മനസ്സിലായത് പോലെ സത്യമാണ്. നമ്മൾ ചിലപ്പോൾ വെറുപ്പായിരിക്കും. ആ വെറുപ്പൊക്കെ എന്നോ പോയിട്ടുണ്ടാവും. വന്നെങ്കിൽ ആലോചിച്ചിരിക്കുക. ആ ഉപ്പ പറഞ്ഞ എനിക്ക് ഒരു വെറുപ്പില്ല മോളെ, പക്ഷെ ഒറ്റ സങ്കടമുള്ളൂ, ഇന്ന് നീ വന്നത് കുറച്ച് മുമ്പേ വന്നു. എന്റെ ഉമ്മ ഇന്ന് ജീവിക്കുന്നില്ലല്ലോ. ഈ പൊണ്ണുകളുടെ മുഖം ഒന്ന് കാണിച്ചു കൊടുത്തിരുന്നെങ്കിൽ എന്റെ ഉമ്മയുടെ അസുഖം എന്നോ സുഖമുള്ളതല്ലോ. എന്റെ മോള് ചെയ്തില്ലല്ലോ. ഒറ്റ സങ്കടമുള്ളൂ. ഉപ്പച്ചിന്റെ വീട്ടിൽ പോയിക്കോളെന്ന് പറഞ്ഞ് സാധുവായ മനുഷ്യൻ വീട്ടിലേക്ക് തിരിഞ്ഞു നടക്കുമ്പോ മോള് പിന്നിൽ നിന്നും വീണ്ടും വിളിച്ചു, ഉപ്പ നീ ഉപ്പച്ചി ഒറ്റയ്ക്കല്ലേ, ഞാനെങ്കിൽ കൂട്ടിന് ഞാൻ വന്ന് നിന്നോളാം. വേണ്ട മോളെ, ഈ 5 കൊല്ലം എന്റെ വരവ് കാത്ത് ചങ്ക് പൊട്ടിപ്പാടിരിക്കുന്ന അവളില്ലാത്ത വീട്ടിലേക്ക് എനിക്ക് വന്നാൽ അതെനിക്ക് താങ്ങാൻ പറ്റില്ല. മോളെ എവിടെയാണോ ജീവിക്കുന്നത് അവിടെ പോയി സന്തോഷത്തോടെ ജീവിച്ചോളൂ. ഞാൻ ഉപ്പച്ചി പ്രാർത്ഥിക്കാന്ന് പറഞ്ഞ് സാധുവായ മനുഷ്യൻ വീട്ടിൽ പോയി. ആ മനുഷ്യൻ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. കണ്ട പ്രായം കൊണ്ട് രൂപം കണ്ടാൽ ആകെ പ്രായാധിക്യപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ വയസ്സല്ലേ നോക്കുമ്പോ പ്രായമായിട്ടില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കി